തൊഴിലുറപ്പ് പദ്ധതിയിൽ വളരെ മനോഹരമായി നടക്കുന്ന പദ്ധതിയാണെന്നും ഇതിൽ വലിയ തൊഴിൽ സുരക്ഷയുണ്ടെന്നും രാജ്യത്ത് അഭിമാന പദ്ധതിയാണെന്നും കേരളത്തിൽ ഇത് വലിയ സംഭവമാണെന്നൊക്കെയുള്ള നിലയിലുള്ള വലിയ PR വർക്കും പ്രവർത്തനങ്ങളും ഒക്കെ നടക്കണം. തീർച്ചയായും അത് നടക്കേണ്ടതാണ്. ഏതൊരു പദ്ധതിയുടെയും വിജയം എന്ന് പറയുന്നത് അതിൻ്റെ PR വർക്ക് കൂടിയാണ്. ആളുകളെ അറിയിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. പക്ഷേ ഇവിടെ കാര്യങ്ങൾ പഠിച്ച് വരുമ്പോഴാണ് ഒരുപാട് അപകടങ്ങളിലൂടെയാണ് ഈ പദ്ധതി കടന്നു പോകുന്നത്. ആദ്യം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ നമ്മുടെ ഈ ചാനൽ വഴി ചെയ്തിരുന്നു. അതിന് വലിയ റീച്ച് കിട്ടി. അത് കഴിഞ്ഞ ശേഷം തന്നെ അതിൽ പല നടപടികളും വന്നു. പല പഞ്ചായത്തുകളിൽ നിന്നും പോസിറ്റീവായ നടപടികൾ വന്നു. അതിനുശേഷം നമ്മൾ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ ഇതിനകത്തെടുത്തു. ഇപ്പോഴാണ് ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പഠിക്കുമ്പോൾ എവിടെയാണ് അടിസ്ഥാന പ്രശ്നം എന്നുള്ളതാണ് ഇപ്പോഴത്തെ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സുഭാഷിതം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി ആളുകളെ പ്രചരിപ്പിക്കുക, സംഭാവനകൾ അയച്ചു തരിക. നിങ്ങൾ ആവശ്യമുള്ള പരസ്യങ്ങൾ നൽകി നിങ്ങളുടെ പരാതികളും ആവലാതികളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ അയയ്ക്കുക. നമ്പറുകൾ ഈ വീഡിയോയുടെ ആദ്യ തുടക്ക ഭാഗത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാനിനി വിഷയത്തിലേക്ക് വരാം. ദേശീയ തലത്തിലുള്ള നിയമമനുസരിച്ച് മിഷൻ ഡയറക്ടർ സ്റ്റേറ്റ് ലെവലിലെ മിഷൻ ഡയറക്ടർ കഴിഞ്ഞാൽ കളക്ടർമാരാണ് ഇതിൻ്റെ പ്രോഗ്രാം കോർഡിനേറ്റർമാർ, ഡിസ്ട്രിക്ട് പ്രോഗ്രാം കോർഡിനേറ്റർമാരെന്നുള്ള കൺസെപ്റ്റിൽ വരുന്നത്. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് ഏത് പദ്ധതി കൊണ്ടുവരുമ്പോഴും ഞാൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ കൂടി നടപ്പിലാക്കിയിട്ടുള്ള ഒരു ഓഫീസറായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. കേന്ദ്ര ഗവൺമെൻറ് ഏത് പദ്ധതി വരുമ്പോഴും കൃത്യമായൊരു ഗൈഡ് ലൈനിൽ ആദ്യം കുറേ കാര്യങ്ങൾ പറയും, മാൻഡേറ്ററി ആയിട്ട്. എന്നിട്ട് പറയും സ്റ്റേറ്റിനനുസരിച്ച് ഇതിനാവശ്യമായ ചില സ്വാതന്ത്ര്യം കൂടെ നൽകാം. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് 140 കോടിയിൽ പരം ജനങ്ങളും ആസാം മുതൽ അല്ലെങ്കിൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ വളരെ വൈവിധ്യമുള്ള പ്രദേശങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ഒരു നിയമം എല്ലായിടത്തും അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. ഓരോ സ്റ്റേറ്റിനും ചില സ്റ്റേറ്റിന് നല്ല ബ്യൂറോക്രസി കാണും, ചില സ്റ്റേറ്റിന് ഭയങ്കര സംവിധാനങ്ങൾ കാണും, ചില സ്റ്റേറ്റിന് അത്രയും സംവിധാനങ്ങൾ കാണില്ല. അപ്പോൾ ഇതുമായിട്ടൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചില സ്വാതന്ത്ര്യം തരും. ഈ സ്വാതന്ത്ര്യത്തെ മുഴുവൻ നമ്മൾ ദുർവിനിയോഗം ചെയ്യും. അങ്ങനെ ദുർവിനിയോഗം ചെയ്യുന്നത് കൊണ്ടാണ് തൊഴിലുറപ്പിൽ ഈ 5% തുകയിൽ എന്ന് പറഞ്ഞാൽ 6%, 5% തുകയിലേക്ക്, 5 മുതൽ 6% തുകയിലേക്ക് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് വരാത്തതും. അതുകൊണ്ടാണ് താഴെത്തട്ടിലുള്ള പാവപ്പെട്ട ജീവനക്കാർക്ക്, കരാർ തൊഴിലാളി ജീവനക്കാർ, പണിയെടുക്കുന്നവർക്ക് നല്ല ശമ്പളമോ സേവന വേതന വ്യവസ്ഥയോ കൊടുക്കാൻ കഴിയാത്തത്. ഒരു ഹൈറാർക്കിയൽ സിസ്റ്റത്തിൽ, കൃത്യമായ ഒരു സർക്കാർ സംവിധാനത്തിൽ ആർക്കാണ് കൂടുതൽ ശമ്പളം കൊടുക്കേണ്ടത്? ഇതൊരു ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. തൊഴിലുറപ്പിൽ നിന്നുകൊണ്ട് നമുക്കത് പൊതു ചർച്ച കൊണ്ടുവരാം. ഏറ്റവും മുകളിലിരിക്കുന്ന സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള AC റൂമിലിരിക്കുന്ന വളരെ വളരെ കൃത്യമായി കാറുള്ള, വാഹനമുള്ള, സൗകര്യങ്ങളുള്ള, ഡെസിഗ്നേഷനുള്ള ആളുകൾക്കാണോ കൂടുതൽ ഇൻസെൻറ്റീവും സൗകര്യങ്ങളും കൊടുക്കേണ്ടത്? താഴെ പണിയെടുക്കുന്ന സാധാരണ ജീവനക്കാർക്കാണ്. ഇത് ഇന്ത്യയിൽ, കേരളത്തിലും ചർച്ച ചെയ്യേണ്ട ഒരു സാമൂഹ്യ വിഷയമായിട്ടാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ഉദാഹരണത്തിലേക്ക് വരാം. യഥാർത്ഥത്തിൽ ഡിസ്ട്രിക്ട് കളക്ടർമാർ, ആയിട്ടിരിക്കുമ്പോൾ അവർ IAS-കാരായതുകൊണ്ടും അവർക്ക് ഒരുപാട് ജോലിയുണ്ടെന്നുള്ള ന്യായവും പറഞ്ഞിട്ട് JPC-മാരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജോയിൻറ്റ് പ്രോജക്റ്റ് കോർഡിനേറ്റർമാരെന്ന് പറഞ്ഞ് JPC-മാരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ JPC-മാരിൽ ഭൂരിപക്ഷവും അധിക ചിലവാണ്. എന്തുകൊണ്ട് DRDA, ഡിസ്ട്രിക്ട് റൂറൽ ഡെവലപ്മെൻറ്റ് ഏജൻസി, പോവർട്ടി അലിവേഷൻ യൂണിറ്റ് ആയിട്ട് മാറ്റിയ DRDA ഉണ്ട്. ഇപ്പോൾ കുടുംബശ്രീയൊക്കെയാണല്ലോ പോവർട്ടി അലിവേഷൻ നടത്തുന്നത്. പോവർട്ടി അലിവേഷൻ ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി അല്ലെങ്കിൽ ദാരിദ്ര്യ ലഘൂകരണമായി എന്ത് പദ്ധതിയാണ് ഇപ്പോൾ DRDA-ക്കുള്ളത് അല്ലെങ്കിൽ പോവർട്ടി അലിവേഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ തിരുത്താൻ തയ്യാറാണ്. അവർക്ക് പദ്ധതിയില്ല, പണിയില്ല, ജോലിയില്ലാതിരുന്ന് ശമ്പളം വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ അധികം പറ്റാകില്ല. DRDA പോവർട്ടി അലിവേഷൻ യൂണിറ്റുകാർ നിർബന്ധമായി അവരെ എന്തുകൊണ്ട് JPC-ആയി പ്രയോജനപ്പെടുത്തിക്കൂടാ? എല്ലാ റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ കീഴിലല്ലേ? അവരെ JPC-ആയി പ്രയോജനപ്പെടുത്തുന്നതിന് പകരം പുതിയ JPC-മാരെ വെച്ചുകൊണ്ട് അതൊരധിക ചിലവാക്കി വയ്ക്കുന്നു. ഒരു പണി. രണ്ടാമത്, സംസ്ഥാന തലത്തിൽ കണക്കെടുക്കുമ്പോൾ, ജില്ലാ തലത്തിൽ കണക്കെടുക്കുമ്പോൾ ഒരു 3%, 4% ആയാൽ 5% ആക്കുന്നതിന് വേണ്ടി അങ്ങനത്തെ പരിശീലനങ്ങളും ഫീൽഡ് വിസിറ്റും എന്ന് പറഞ്ഞ് അറുമാദിക്കലാണ്. സംസ്ഥാന ജില്ലാ തലങ്ങളിലുള്ള പണച്ചെലവ് ആലോചിക്കണം. ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകൾക്ക് എത്ര തുക ചെലവഴിക്കുന്നു, മുകൾ തട്ടിൽ ഇതിനകത്ത് ഒരു കണക്ക് വരേണ്ടിയിരിക്കുന്നു. ഒരു കണക്ക് കേന്ദ്ര ഗവൺമെൻറ്റും വരേണ്ടിയിരിക്കുന്നു. ഞാൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കൂടെ ശ്രദ്ധപ്പെടാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൻ്റെ ഇംഗ്ലീഷ് വീഡിയോ പിന്നെ ചെയ്യുന്നതാണ്. എന്താണ് വരുന്നത്? കൃത്യമായ ഒരു കണക്ക് വേണം. ഈ 5%-ൽ എത്ര ശതമാനം താഴെത്തട്ട് ചെലവഴിക്കാം, എത്ര ശതമാനം മുകളിൽ തട്ട് ചെലവ്, അങ്ങനെ വരാത്തത് കൊണ്ടാണ് താഴെത്തട്ടിലുള്ളവരെ പീഡന സ്വഭാവത്തിൽ എടുത്തുകൊണ്ട്, കരാർ വ്യവസ്ഥയിൽ എടുത്തുകൊണ്ട്, അവരെ 1 വർഷം എന്നുള്ള പേടിപ്പിക്കലിൽ നിർത്തിക്കൊണ്ട് അവർക്കൊരു ഇൻക്രിമെൻറ്റോ ഒരു പണമോ ഒന്നും കൊടുക്കാതെ, അവർക്ക് TAയോ മറ്റൊരു സഹായവും കൊടുക്കാതെ, മുകളിലുള്ള സാറന്മാർ, ജില്ലകളിൽ മുതൽ മുകളിലോട്ടുള്ളവർ പുതിയ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത് തസ്തികകൾ ധാരാളം ഉണ്ടാക്കി അതിലൊക്കെ ഒരുപാട് പേരെ ആവശ്യമില്ലാതെയൊക്കെ പോസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് പണമെടുക്കുന്നത്. ഇതൊരു വലിയ ചതിയാണ്, വഞ്ചനയാണ്. ഒരു കാരണവശാലും ഇത് അനുവദിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ അടിയന്തരമായി മിഷൻ ഡയറക്ടറേറ്റിലുള്ളവർ, ഡയറക്ടറും അതിൻ്റെ സെക്രട്ടറിയും ഒക്കെ മന്ത്രിയൊക്കെ തീരുമാനിക്കേണ്ടത്
ഈ JPCമാരെന്ന് പറയുന്നവർ, എനിക്ക് ഒരു JPC അറിയത്തില്ല, എനിക്കൊരു വൈരാഗ്യം ആരോടുമില്ല, എൻ്റെ ബന്ധുക്കളാരും JPC അല്ല. പക്ഷേ ഇത് പറയാതെ പോകാൻ കഴിയില്ല. DRDA പോവർട്ടി അലിവേഷൻ ഉദ്യോഗസ്ഥരെ ഈ ചുമതല ഏൽപ്പിക്കുകയും JPCമാരായിട്ടിരിക്കുന്നവരെ, ഇപ്പം ഇരിക്കുന്നവരെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, ഡെപ്യൂട്ടേഷൻകാരാണെങ്കിൽ അവരെ തിരിച്ചു വിളിക്കുകയും കരാറുകാരാണെങ്കിൽ അവരെ കരാർ പുതുക്കാതെ അവർ മറ്റ് ജോബുകളിലേക്ക് അവരെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ 5% എന്ന് പറയുന്ന തുക ഏറ്റവും ക്രിയേറ്റീവായി താഴെത്തട്ടിലുള്ളവർക്ക് കൂടി കൊടുക്കുന്ന നിലയിലേക്കുള്ള പ്രവർത്തനങ്ങൾ അത്യാവശ്യമാണ്. അനാവശ്യമായ ധൂർത്തുകളും ആവശ്യമില്ലാത്ത പരിശീലനങ്ങളും, ഞാനൊരു ഉദാഹരണം പറയാം. ഡീസെൻട്രലൈസ്ഡ് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ കിടന്ന പ്രൊക്യൂർമെന്റിനെ യാതൊരു പഠനവും ഗ്രഹപാഠവും ചെയ്യാതെ ബ്ലോക്ക് അടിസ്ഥാനത്തിലേക്ക് ആക്കിയിട്ട് വലിയ പരിശീലനമായിരുന്നു. ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് പരിശീലനം നടത്തി. അവസാനം അത് പ്രായോഗികമല്ല എന്ന് കണ്ടു. അത് വീണ്ടും ഗ്രാമതലത്തിലേക്ക് കൊണ്ടുപോയി. എന്തേ ഇതൊക്കെ നേരത്തെ ചിന്തിക്കാത്തത്? അപ്പോൾ തീർച്ചയായിട്ടും യാതൊരു എക്സർസൈസും ഹോംവർക്കും ചെയ്യാതെ നമ്മൾ പറയുകയാണ്, ഞങ്ങൾ ഒന്നാണ്, നമ്മൾ ഒന്നാമതാണ്, ഞങ്ങൾ മിടുക്കരാണ്, സുരക്ഷയാണ്, ജോലിയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഇത് കാണുന്ന ഒരു വലിയ സമൂഹം ഇവിടെ ഉണ്ട്. അവർ പരിഹസിക്കും എന്ന് മാത്രം അറിയുക. നമുക്ക് കുറച്ചുകൂടി പ്രൊഫഷണലും ക്രിയേറ്റീവും പ്രാക്ടിക്കലുമാകാം.